ഹരി ഓം. ശ്രീമന്നാരായണീയത്തിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ഇന്നു മുതല് ചില ദിവസങ്ങളിൽ ആഴ്ചതോറും നമ്മൾ 10 ദശകങ്ങൾ വീതം ചൊല്ലി പഠിക്കുന്നുണ്ട്. അതിന് ഇന്ന് ആദ്യത്തെ 10 ദശകം ചൊല്ലി നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ ജയശ്രീ കൃഷ്ണകുമാറൊക്കെയാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഹരിയം ജയശ്രീയൊക്കെ പറയാനുള്ളത് പറഞ്ഞിട്ട് തുടങ്ങാം. ഹരിയം. എനിക്ക് ചെറിയ ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. സൗണ്ട് അത്ര ഭംഗിയല്ല, എന്നാലും ട്രൈ ചെയ്യാം. അക്ക പറഞ്ഞനുസരിച്ച് ട്രൈ ചെയ്യാം. നമുക്ക് ഇപ്പം ഏകദേശം അർത്ഥവും പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ എല്ലാവരും കേട്ട് നമ്മൾ കുറെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം ഫുള്ള് 10% നമുക്ക് അറിയില്ലേലും ഓൾമോസ്റ്റ് എല്ലാത്തിന്റെ മീനിങ്ങും സാരാംശവും ഒക്കെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് എല്ലാ ദശകത്തിന്റെയും. പക്ഷെ നമ്മള് ഒന്നുകൂടെ അക്ക പറഞ്ഞത്, ഇന്ദിരാദേവിയൊക്കെ പറഞ്ഞനുസരിച്ച് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടി നമ്മൾ വൃത്തം കൂടെ ഒന്ന് നോക്കി നമുക്ക് ഒരേ താളത്തിലൊന്ന് ചൊല്ലിപ്പോയാൽ ഭംഗിയായിരിക്കും. നമ്മൾ അമ്പലപ്പുഴയൊക്കെ അങ്ങനെ നടത്തുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒരു ഇമ്പ്രൂവ് ഫോം അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി ചൊല്ലാനായിട്ട് വൃത്തം കൂടെ അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 10ൽ കൂടുതൽ വൃത്തങ്ങളുണ്ട്. ഈ വൃത്തം എന്നൊക്കെ പറഞ്ഞാൽ മലയാളം ഗ്രാമറാണ്. എനിക്ക് തന്നെ മലയാളം ഗ്രാമർ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൽ നമ്മള് മലയാളം ജസ്റ്റ് ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ മലയാളം ഒന്നുമേ അറിയില്ല. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ വിശദീകരണം ഒന്നും അറിയില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ പേരൊന്നും അറിയുമ്പോൾ നമുക്ക് ഓരോ ഇപ്പം 10ൽ കൂടുതൽ ഉണ്ടെങ്കിലും ആദ്യത്തെ 10 ദശകം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ റെപ്പറ്റീഷനാണ് 11, 12, 100 വരെ ഇതിന്റെ മിക്കവാറും, പിന്നെ ചിലത് പുതിയ വരുന്നുണ്ട്, എന്നാലും മിക്കവാറും എല്ലാം റെപ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ ഒന്ന് പരിചയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ താളത്തിൽ ചൊല്ലുക. അപ്പൊ താളത്തിൽ ചൊല്ലുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്, കേൾക്കുന്നവർക്കും ഒരു ഇമ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ അധ്യായത്തിന്റെ എല്ലാ അധ്യായത്തിനും ഓരോ അധ്യായം തുടങ്ങുമ്പോൾ ഞാൻ ആ വൃത്തവും കൂടെ പറയാം. അപ്പൊ നിങ്ങൾ ആ ബുക്കിൽ തന്നെ പേരൊന്ന് മുകളിൽ എഴുതിയിട്ടാൽ നന്നായിരിക്കും. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളപ്പോൾ ഓർക്കും. പേര് കേൾക്കുമ്പോൾ ആ ട്യൂണാണല്ലോ എന്നൊരു ഓർമ്മ വരും. അപ്പൊ അതിനുവേണ്ടി ഓരോ വൃത്തത്തിനും ഞാൻ വൃത്തത്തിന്റെ പേരൂടെ പറയാം. നിങ്ങൾ അതോടൊന്ന് എഴുതിക്കോളാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ദശകത്തില് ശ്രദ്ധര എന്ന് പറയുന്ന വൃത്തത്തിലാണ്. ശ്രദ്ധര ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് വീണ്ടും. ശ്രദ്ധര എന്ന് പറയുന്ന വൃത്തത്തിലാണ് ഒന്നാമത്തെ ദശകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1. ഭഗവത് സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യാത് തന്വാവാചാധിയാ വാ ഭജതി ബദജനക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേതാവദ്വയന്തോ സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ ബഹുരിതി ബഹുശാ ശ്രൂയതേ വ്യാസവാക്യം തത്സ്വച്ഛത്വാദിദച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകലൈതി വജസ്ത്വത്കലാസ്വേവ പൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാവികൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപിതമധിരോധായകം സത്വരൂപം
സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീകേളികാരം ലാവണ്യ സൈകസാരം സുഹൃത് ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ദ സിഞ്ച സഞ്ചിന്തകാനാം ബപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുദര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവ കഥം വാ മധുരതരമിദം ത്വത്വപുശ്ചിത് പ്രസാർദ്രം നേത്രൈ സോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. നമ്രാണാം സന്നിധസ്തേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടേ ദ്രുമമഭിലഷതി വ്യർത്ഥമാർത്തിവ്രജോയം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാതീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈർ ആരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമയേ വേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമവിയശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാവിദേ സംഘവാർത്താ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവസ്തബ്ദമോഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രണ്ടാമത്തെ ദശകത്തിന്റെ വൃത്തം ശാർദൂല വിക്രീഡിതമാണ്. അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ശാർദൂല വിക്രീഡിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 2. ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും. വൃത്തം ശാർദൂല വിക്രീഡിതം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ഡലയുഗം ഖണ്ഡോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗത യഥാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്ഥിച്ഛിതം. യത്രൈലോക്യമഹീയസോऽപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോऽപി മധുരം മാധുര്യധുര്യാത് അപി സൗന്ദര്യോത്തരതോऽപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോऽപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമനോ മാനോഞ്ജകാ പ്രേമസ്ഥൈര്യമയാത് അജാബലബലാത് ചാബല്യവാർത്തോദഭൂത്. ലക്ഷ്മീ സ്ഥാവകരാമണീയഗഹൃദൈ വേയം പരേഷ്വസ്ഥിതി സ്ഥിരേതി അസ്മിന്നന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. ഏത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താ ഭക്താ ജനാം
तेष्वेषा वसति स्थिरैव दयित प्रस्तावदत्तादरा एवं भूतमनोज्ञदानवसुधा निष्यन्द सन्दोहनम् त्वद्रूपं परजित्रसायनमयं चेदोहरं शृण्वताम् सद्य प्रेरयदे मदिन्मदयदे रोमाञ्चयत्यग्रहं व्यासिञ्जत्वविषीदबाष्पविसरैर् आनन्दमूर्च्छोद्भवैः एवं भूतदया हि भक्त्यभिहितो योगः स योगद्वयात् कर्म ज्ञानमयाद् वृषोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मके त्वयि खलु प्रेम प्रकर्षात्मिका भक्तिर्निःश्रममेव विश्वपुरुषैर्लभ्या रमावल्लभा निष्कामं नेद स्वधर्मचरणं यत्कर्मयोगाभिदं तद्दूरेत्यफलं यदोपनिषद ज्ञानोपलभ्यं पुनः तत्त्वव्यक्ततया सुदर्गमदरं चित्तस्य तस्मात् विभो त्वत्प्रेमात्मकभक्तिरेव सततं स्वादीयसी श्रेयसी अत्यायासकराणि कर्म पडलान्याचर्य निर्यन्मला बोधे भक्तिपदेऽथवाप्युचितताम् आयान्ति किं तावता क्लिष्ट्वा तर्कपथे परं तव वपुर्ब्रह्माख्यमन्ये पुनः चिद्दार्द्रत्वमृदे विचिन्त्य बहुभिः सिद्ध्यन्ति जन्मान्तरैः त्वत्भक्तिस्तु कदारसामृतधरी निर्भञ्जनेन स्वयं सिद्ध्यन्ति विमलप्रबोधपदवीम् आक्लेशतस्तन्वती सद्यसिद्धिकरी जयत्वयि विभो सैवास्तु मे त्वत्पद प्रेम प्रौढिरसाग्रदा द्रुततरं वादालयादीश्वरा सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 3 ഭക്തി പ്രാർത്ഥന വൃത്തം ശിഖരിണി പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാം സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാം ചരന്തോ യേ ഭക്താ സ്വൈ ഖലു രമന്ത്രേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. यदा क्लिष्टं कष्टं तव चरणसेवारसपरेऽपि अनासक्तं चित्तं भवति बद विष्णो गुरुदयां भवद्पादाम्बोज स्मरणरसिको नाम निवहान् अहं गायं कुहजन विवल्स्यामि विजने कृपाते जादा चेत् किमिव न हि लभ्यं तनुभृतां मदीय क्लेशौघ प्रशमन दशानाम कियति न के लोकेऽस्मिन् अनिशमयि शोकाभिरहिता भवद्भक्ता मुक्ता सुखगतिमसक्ता विदधते. मुनि प्रौढारूढा जगति खलु गूढात्मगदयो भवद्पादाम्भोज स्मरण विरिजो नारदमुखा चरन्दीश स्वैरं सतत परिनिर्बाध परजिद् सदानन्द्वाद्वैता प्रसर परिमग्ना किमपरम्. भवल्भक्तिं स्पीता भवतु मम सैव प्रशमयेत् अशेष क्लेशौघं न खलु हृदि सन्देह कणिका न चेद्व्यासस्योक्ति स्तव च वचनं नैगमवचो भवेत् मिथ्यारिथ्या पुरुषवचन प्रायमखिलम्. भवद्भक्तिस्तावत् प्रमुखमधुरा त्वद्गुणरसाद् किमप्यारूढा चेदखिल परिताप प्रशमनी पुनः चान्दे स्वान्दे विमल परिबोधोदयमिळन् महानन्दाद्वैतं दिशति किमिदा प्रार्थ्यमपरम्.
വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തൗ കരമപി ജത്തെ പൂജനവിധൗ ഭവൻ മൂർത്യാലോകേ നയനമഥത്തെ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. പ്രഭുതാദിവ്യാധി പ്രസവജനിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമസുഖജിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവ സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിദം അകീർത്തിസ്തേനാഥോ വരദഗദഭാരം പ്രശമയൻ ഘടിതി കുരു മാം കം സദമൻ. വിമുക്തൈർഭൂയോപി സമഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 4 അഷ്ടാംഗയോഗവും സിദ്ധിയും. വൃത്തം രഥോദ്ധത. കല്യത മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശ്രുതവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യ ദൃഢതാദിവീര്യമയി രാപ്ലവാദിനിയമശ്ച പാവിത കുർമഹേ ദൃഢമമി സുഖാസനം പങ്കജാത്യമപി വാ ഭവത്പരാ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാദദാബഹജ്ഞാ അസ്മഹേ ഭവതുപാസനോന്മുഖാ. സ്ഫുടേവ പുത്രേ പ്രയത്നതോ ധാരയേമ ദിശണാ മുഹുർമുഹു തേന ഭക്തിരസമന്തരാദ്രതാ മുദ്വഹേമ ഭവതംഘ്രിചിന്തകാ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത്വപു സുചിരശീലനാവശാദ് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ. ധ്യായതാം സകലമൂർത്തിമീദൃശീം മുന്മുഷിന്മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസ്വരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവ ഭാസതേ. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായകാ ആശ്രിതാ പുനരദ പരിച്യുതോ ആരഭേ മഹിജധാരണാധികം. ഉത്തമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവ മുക്തഭക്ത കുലമൗലിതാം ഗതാ സഞ്ചരേമ ശുകനാരദാദിവ. ത്വത്സമാധി വിജയേതു യഃ പുനർ മംഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഠാശ്രയൈർ ഉന്നയത്യജ സുഷുമ്നയാ ശനൈഃ. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതുമൂർധതാ സാർദ്ധമേവ കരുണൈർനിരീയത്തെ. അഗ്നിവാസരവളക്ഷവക്ഷഗൈർ ഉത്തരായണ ജുഷാച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. ആസ്തിതോതമഹരാലയായതാ ശേഷവക്ത്രദഹനോഷ്മണാധ്യതേ യതേ ഭവതുപാശ്രയാസ്തദാ വേദസ പദമദഃ പുരൈവ വാ. തത്ര വാ തവ പദേഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ.
तस्य चक्षितिपयो महोस्मिला व्योमहत् प्रकृति सप्तकावृति तत्तदात्मकतया विशन् सुखी याति ते पतमनावृतं विभो अर्चिरादिगतिम् ईदृशीं व्रजन् विच्युतिं न भजते जगत्पदे सच्चिदात्मक भवद्गुणोदयान् उच्चरन्दमनिलेश पाहि माम् सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द 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 दशकम् 5 विराट् पुरुषोत्पत्ति वृत्तं शार्दूल विक्रीडितम् व्यक्ताव्यक्तमिदन्न किञ्चिदभवत् प्राक्प्राकृत प्रेक्षये मायायां गुणसाम्यरुद्ध विकृतौ त्वय्यागतायां लयं नो मृत्युश्च तदामृतं च समभूत् नान्नो न रात्रे स्थितिः तत्रैकस्त्वमशिष्यथा किल परानन्द प्रकाशात्मना गुणाश्च जीवनिवः विश्वं च कार्यं विभो चिल्लीलारतिमेयुषी त्वयि तथा निर्लीनता माया माययो नैव वदन्त्य सत्त्वमयि भो शक्त्यात्मना तिष्ठताम् नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भवाः एवं च द्विपरार्थकालविगतौ ईक्षांसि श्रेष्ठात्मिकां बिभ्राणे त्वयि चुक्षुभे त्रिभुवनि भावाय माया स्वयं मायाद खलु कालशक्तिरखिला दृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधतु तस्या सहायक्रियाम् माया सन्निहितो प्रविष्टवपुषा साक्षिदीगीधो भवान् वेदेस्तां प्रतिपदो विविशिवान् जीवोऽपि नैवापरा कालादिप्रतिबोधिताद भवदा सञ्जोदिता च स्वयं माया सा खलु बुद्धितत्त्वमसृज योऽसौ महानुच्यते तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधान स्वयं जीवेऽस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादका चक्रेऽस्मिन् सविकल्पबोधकमहं तत्त्वं महान् खल्वसौ सम्पुष्टं त्रिगुणैस्तमोति बहुलं विष्णो भवत्प्रेरणात् सोऽहञ्च त्रिगुणक्रमा त्रिविधदा आसाद्य वैकारिको भूयस्तैजः सतामसा विधि भवन् आद्येन सत्त्वात्मना देवानिन्द्रियमानिनो हृददिशा वादार्कशशिनो वन्नीन्द्राच्युतमित्रकान् विदुविधि श्रीरुद्रशारीरकान् भूमन्मानसबुद्ध्यहं हृदयिलत् चित्ताख्यवृत्वन्निदम् तच्चान्दकरणं विभो तव बलात् सत्त्वांश एवासृजत् जातस्तैजसतो दशेन्द्रियगणा तत्तामसांशात् पुनां तन्मात्रं नभसो मरुत्पुरपदे शब्दो जनित्वद्बलात् साध्यो मतदससर्जित विभो स्पर्शं तदो मारुतं तस्मात् रूपमदो महोदचरसं तोयं च गन्धं महीम् एवं माधव पूर्वपूर्वकलनान् आध्यात्मधर्मान्वितं बोधग्राममिमं त्वमेव भगवन् प्राकाशयस्तमासात् एते भूतगणास्तथेन्द्रियगणा देवाश्च जाता पृथङ् नोषे गुर्भुवनाण्डनिर्मितिविधौ देवैरमीभिस्तदा त्वं नानाविधसुक्तिभिर्नुदगुणा तत्त्वान्यमुन्या विशन् चेष्टाशक्तिमुदीर्यतानि खडयन् हैरण्यमण्डं व्यथा खलु पूर्वसलिले तिष्ठत्सहस्रं समा निर्बिन्दन्न कृताश्च दुर्दशक
ധ്രുവം വിരാടഹ്വയം സാഹസ്രൈകരപാദമൂർധനി നിബഹൈർ നിശേഷ ജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകമാറ് വിരാട് സ്വരൂപ വർണ്ണനം. വൃത്തം വസന്തതിലകം. ഏവം ചതുർദശ ജഗന്മയതാം ഗദസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ജംഘേ തലാഹലമധോ സുതലം ച ജാനു പിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ വക്ഷശക്രനിലയസ്തവ ചക്രപാണേ. ഗ്രീവാമഹസ്തവ മുഖം ന ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈർ അപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവഘനസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസോ സവിതാജനേത്രേ. നിശേഷ വിശ്വരജനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാശ്ചദശനാ ശമനശ്ച ദംഷ്ട്രാ. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചന ഈശ ശകുന്തപന്തി സിദ്ധാദയ സ്വരഗണാ മുഖരദ്രമഗ്നി ദേവാഭുജാസനയുഗം തവ ധർമ്മദേവാ. പൃഷ്ടം ത്വധർമ്മൈഹ ദേവ മനഃസുധാംശുർ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഫ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര. ശ്രോണിസ്ഥലം മൃഗഗണാ പദയോർനഖാസ്തേ ഹസ്തുഷ്ടസൈന്ധവ മുഖാഗമനം തു കാല വിപ്രാതിവർണ ഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേദേ. സംസാര ചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാഢ്യഃ സരിത് സമുദയസ്തരവച്ച രോമ ജീയാതിദം വപുര നിർവചനീയമീശ. ഈദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേദേ പാതാലയാധിപ നമോസ്തു നിരുദ്ധിരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 7. ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. വൃത്തം ശാർദൂല്യ വിക്രീഡിതം. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോക നിലയേ ജാതോസി ധാതാ സ്വയം. യം ശം സന്ധി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാര വികസൻ നാനാസൃഷ്ടാരസാ. സ്വയം വിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഗല്വാനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പദേ തപതപേ ദേവ്യം ഹി വൈഹായസീം വാണീമേനമശ്രീശ്രുതി സുഖാം കുർവാംസ്തവ പ്രേരണാം. കോസൗ മാമവദത് പുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷുദ്വീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത. ദിവ്യം വർഷസഹസ്രമാത തപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാൻ അസേ സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. മായാ യത്ര കഥാപി നോ വികുരുതേ ആദേ ജഗൽഭ്യോ ബഹിഃ ശോകോ ക്രോധ വിമോഹ സാധ്വന സമുഖ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്തരീ ച യത്ര പരമ
ज्योतिप्रकाशे स्मगे तत्ते धाम विभावितं विजयते वैकुण्ठरूपं विभो यस्मिन्नाम चतुर्भुजा हरिमणि श्यामावदादत्विषो नानाभूषणरत्नदीपितदिशो राजद्विमानालया भक्ते प्राप्त तथा विधोन्नतपद दिव्यन्ति दिव्या जनाः तत्ते धाम निरस्त सर्वशमलं वैकुण्ठरूपं जयेत् नानादिव्यवधूजनैरभिवृता अत्युल्लता तुल्यया विश्वोन्मादनहृद्यगात्रलतया विद्योदिता शान्तरा त्वत्पादाम्बुजसौरभैककुतुका लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीय दिव्यविभवं तत्ते पदं देहि मे तत्रैवं प्रतिदर्शिते निजपदे रत्नासनाध्यासितं भास्वत्कोटिलसत्किरीटकडगादि आकल्पति प्राकृतिम् श्रीवत्साङ्गितमातकौस्तुभमणि छायारुणं कारणं विश्वेषां तव रूपमैक्षतविधि तत्ते विभो भातु मे सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द 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 कालाम्बोदगलाय त्वं चक्रेण चक्रं दिशा मा वृण्वानमुदारमन्दहसिदा सिन्धन् प्रसन्नानन्दम् राजत्कुम्भुकधारि पङ्कजधरा श्रीमत्पूजामण्डलम् सृष्टु तुष्टिकरं वपुस्तव विभो मद्रोगमुद्यासयेत् दृष्ट्वा सम्भृत सम्भ्रम कमलपो त्वत्पादपाथोरुहे हर्षावेशवशं वदो निपतिता प्रीत्या कृतार्थी भवन् जानास्येव्यमनीषितं मम विभो ज्ञानं ददापादया द्वैताद्वैत भवत्स्वरूप परमित्याचष्टतं त्वां भजे आताम्रे चरणे विनम्रमदतं हस्तेन हस्ते स्पृशन् बोधस्ते भविता न सर्गविधिभिर्बन्धोऽपि सञ्जायते इत्याभाष्य गिरं प्रत्योषसि नितरां तच्चित्तगूढस्वयं सृष्टौ तं समुद्धैर्यः स भगवन्नुल्लासयोलाघधाम् सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 8. നൈമിത്തിക പ്രളയവും ബ്രഹ്മാവിന്റെ ആവിർഭാവവും. വൃത്തം ശാലിനി. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയാസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപോപമാനാം സ്വയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ മിത്രാദ്യസൗ ത്വയി നിലീയ സമസ്സൈ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രഥം അസ്മാദൃശാം പുനരഹർമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്രാമകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാസ്തി തദാപി സൃഷ്ടി പഞ്ചാശദബ്ദമധുനാ സ്വയോർദ്ധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേ സൗ അത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂവൻ പശ്ചാദ്ദിനാവതരേണ ച ഭവദ്ദിദാസാൻ ദിനാവസാനേത സരോജയോനി സുഷുപ്തികാമാസ്ത്വയി സന്നിലില്യേ ജഗന്തിജ ത്വജ്ജഠരം സമീയോ തദേതമേകാർണവമാസ വിശ്വം തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശദാഖിലാദോ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തി വ്രജേന തത്രാഖില ജീവധാമ്നാ
ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വം കില വിശ്വനാഥ. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ അഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാത സൃഷ്ടിം. തതസ്ത്വദീയാദൈനാഭിരുദ്രന്ധ്രാത് ഉദഞ്ജിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. തദേതദംഭോരുഹകുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിः സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്ദത്. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശി. അസ്മിൻ പരാത്മന്നനുപത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാധാലയ വാസവിഷ്ണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ദശകം 9. ബ്രഹ്മാവിന്റെ തപസ്സും ലോകനിർമ്മിതിയും. വൃത്തം പൃഥ്വി. സ്ഥിതഃ സ കമലോത്ഭവസ്തവ ഹി നാഭി പങ്കേരുഹേ കുതസ്വിദിതമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്താനനാ ചതുർവദനദാമഗാദ് വികസദഷ്ടദൃഷ്ട്യാംബുജാം. മഹാർണവ വികൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ ഹയേഷ കമലോദരേ മഹതി നിസ്സഹായോക്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താം അഗാത്. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയാ സഖലു നാളരന്ധ്രാധ്വനാം സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. തതഃ സകലനാളിക വിവരമാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രതീഃ സമാധിബലമാദദേ ഭവദനുഗ്രഹൈകാഗ്രഹീ. ശതേന പരിവത്സരേ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സകലു പത്മിനി സംഭവ അദൃഷ്ടചരമത്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യചഷ്ടപരിതുഷ്ടതീർഭുജഗഭോഗഭാഗാശ്രയം. കിരീടമകുടോല്ലസത് ഖഡഗഹാരകേയൂരയുക് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കലായ കുസുമപ്രഭം ഗളദലോല്ലസത് കൗസ്തുഭം ബഭുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. ശ്രുതി പ്രകടദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സ്വഗുണ ബ്രഹ്മിമാം പാഹി മാം. ലഭസ്വ ഭുവനത്രയീ രജനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരു തപസ്യ ഭൂയോ വിദേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുത്കടേ ഉദീര്യ ഗിരമാദതാ മുദിതചേതസം വേദസം. ശതം കൃതതപാസ്തദസ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാഥസി പീതവാൻ. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രഗൽഭ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തദാവിധ കൃപാപരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 10. സൃഷ്ടിഭേദങ്ങൾ. വൃത്തം വസന്തതിലകം. വൈകുണ്ഠവർദ്ധിത ബലോധ ഭവത് പ്രസാദാത് അംഭോജയോ നിരസൃജത് കില ജീവദേഹാൻ
സ്താസ്നൂനി പൂരൂഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതി അജ്ഞാനവിവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉത്ഥാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയഃ സനാതന മുനിം ച സനത്കുമാരം. തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാ ത്വത്പാദഭക്തിരസികാ ജഗുഹുർനവാണീം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവതേ ഗദേശ. നാമാനി മേ കുരുപതാനി ച ഹാവിരിഞ്ചേത്യാദോ രുരോധ കില തേന സരുദ്രനാമ. സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ. താവന്ത്യദത്തജ പദാനി ഭവത് പ്രണുന്ന പ്രാഹ പ്രജാ വിരചനായ ച സാദരം തം. രുദ്രാഭിസൃഷ്ടിഭയദാകൃതി രുദ്രസംകസംഭൂര്യമാണ ഭുവനത്രയ ഭീതചേതാ. മാമാ പ്രജാസൃജ തപശ്ചര മംഗലായേത്യാജഷ്ടതം കമലഭൂർഭവതീരിതാത്മാ. തസ്യാദസർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്യ. അംഗാദജായത പ്രഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവതംഘ്രിദാസാ. കർമാദികാനപി സൃജന്നത കർദ്ധമം ച വാണീം വിധായ വിതിരംഗ ച സങ്കുലോഭൂത്. ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈരുദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. വേദാൻ പുരാണ നിവഹാനപി സർവവിദ്യാം കുർവൻ നിജാനന ഗണാത് ചതുരാനനോസൗ. പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവം സ്തവ പദാംബുജമാശ്രിതോഭൂത്. ജാനന്നുപായമതദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനു തദ്വതൂഭ്യാം. താഭ്യാം ച മാനുഷകുലാനി വിവർത്തയം സ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് ഇത് പറഞ്ഞു തന്ന ജയശ്രീ കൃഷ്ണകുമാർ അക്കയ്ക്ക് പ്രത്യേക നന്ദി. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, അന്ന് ചൊല്ലിയവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മള് ഇതിലെ 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അവതാരങ്ങളുടെ പേരുകളാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, അതുപോലെ ബലഭദ്രരാമൻ, ശ്രീകൃഷ്ണൻ. ഈ 5 ഗ്രൂപ്പിലെ ആദ്യത്തെ ഗ്രൂപ്പായ വാമന ഗ്രൂപ്പാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ചൊല്ലിയവർക്കെല്ലാം അഭിനന്ദനങ്ങളെ നന്ദി എല്ലാം അറിയിക്കുന്നു. നമുക്ക് ലോകകല്യാണ മന്ത്രം ചൊല്ലാം. ആരാണ്? ഉഷാമാധവനക്ക. ഹരിയോ ഉഷാമാധവനക്ക. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.